നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ അവനുമായിട്ട് സംസാരിച്ചത്? അത് അവനോട് പോയി ചോദിക്കേ. നിനക്കെന്താ പറഞ്ഞാല്? ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വിഷമം തോന്നും, അതുകൊണ്ടാ പറയാത്തത്. എനിക്കറിയാടി നീ എന്താ സംസാരിച്ചെന്ന്. എന്താണാവും? കല്യാണം മുടക്കാനുള്ള പ്ലാൻ അല്ലേ? അതെ. അതെ അമ്മേ, അത് തന്നെയാ ഞാൻ അവനോട് സംസാരിച്ചത്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും. ഇങ്ങനൊരു ദുഷ്ടയായി പോയല്ലോടി നീ. ഒന്നുമില്ലെങ്കിലും സുധീയുടെ അനിയത്തിയല്ലേ നിത്യ. അതാ അമ്മേ പ്രശ്നം. അത് മാത്രമാണ് എന്റെ പ്രശ്നം. നിത്യക്ക് എന്തേലും പറ്റിയാലേ സുധിയേട്ടന്റെ ആത്മാവ് എന്നോടാ ചോദിക്കുക. അപ്പൊ ഞാൻ എന്തുത്തരം പറയും? സുധിയേട്ടന് വേണ്ടി അമ്മ ഞാനിതൊക്കെ ചെയ്യുന്നത്. അമ്മ അതൊക്കെ മനസ്സിലാക്കി എന്റെ കൂടെ നിൽക്കുക വേണ്ടത്. നീ വീട് തട്ടിയെടുത്തു, ജോലി തട്ടിയെടുത്തു, അതുപോലെ എന്റെ മോളുടെ ജീവിതം തട്ടിയെടുക്കാനാ നോക്കുന്നത്. ഞാനതിന് കൂട്ടു നിൽക്കാനോ? ഇല്ലടി, ഒരിക്കലും എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. അമ്മേ, ഇന്നത്തെ ഒരു ദിവസം കൂടിയുള്ളൂ. നിത്യയെ രക്ഷിക്കാൻ അമ്മയ്ക്ക് കിട്ടുന്ന ഒരേ ഒരു ദിവസം. അത് ഭംഗിയായിട്ട് ഉപയോഗിച്ചാൽ ആർക്കും നാണക്കേടില്ലാതെ, പുറം ലോകം അറിയാതെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. അല്ലെങ്കിൽ എല്ലാം എല്ലാവരും അറിയോ അമ്മേ, പരസ്യമാവും. അത് വേണോന്ന് അമ്മ ചിന്തിക്കേ. പറ്റില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ എന്നെ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നേ? പറയേണ്ടത് എന്റെ കടമയായതുകൊണ്ട് ഞാനത് ചെയ്തൂന്നേ ഉള്ളൂ. ഇനിയെല്ലാം വിധിക്ക് വിടുക. നാളത്തെ ദിവസം വളരെ നിർണായക ഒരു ദിവസമായിരിക്കും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാണാൻ പോകുന്ന പൂരത്തിന്റെ രസം വെറുതെ എന്തിനാ വിസ്തരിച്ചു കളയുന്നത്? എല്ലാം റെഡിയല്ലേ സാറേ? അതുകൊണ്ടാണല്ലോ നിങ്ങളെ വിളിച്ചത്. നാളെ കൃത്യം 10 മണിക്ക് ഞാൻ പറയുന്ന അമ്പലത്തിലെത്തണം. ശരവണന്റെ ഭാര്യയും നിങ്ങളുടെ കൂടെ വേണം. അവിടെ എന്താ നടക്കേണ്ടതെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അറിയാം സാർ. ശരവണന്റെ ഭാര്യ ശരവണൻ ആരാണെന്നുള്ള സത്യം തുറന്നു പറയണം. അതോടെ ശരവണന്റെ കല്യാണം മുടങ്ങും. അതെ, ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ശരവണന്റെ ഭാര്യ സത്യം വിളിച്ചു പറയാൻ തയ്യാറാവുമല്ലോ അല്ലേ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? അല്ല, ചിലര് ആളെ കാണുമ്പോ നിലപാട് മാറ്റാറുണ്ടേ. ആ കൂട്ടത്തില് ഇവര് പെടുവെന്നറിയാനാ ചോദിച്ചത്. ഇല്ല സാർ, ഇവരങ്ങനെ ഒരു സ്ത്രീയല്ല. ശരവണൻ വേറെ കല്യാണം കഴിച്ചാൽ നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരനുസരിക്കും. എങ്കിൽ നാളെ 10 മണി ഏത് അമ്പലത്തിലാ വരേണ്ടതെന്ന് ഞാൻ അറിയിക്കാം. ശരി സാർ. പൊന്നുമണിയെ രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. അത് മാത്രമല്ല, ശരവണനെ വെച്ച് വേറെയും ചില കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടക്കണമെങ്കിൽ ശരവണന്റെ കല്യാണം മുടങ്ങിയേ പറ്റൂ. സാധാരണ കല്യാണ തലേന്ന് എല്ലാ വീട്ടിലും സന്തോഷമായിരിക്കും. ഇവിടെ അത് വല്ലതും ഉണ്ടോ? ദേവികയുടെ ഭീഷണിയില്ലേ മനസ്സ് മുഴുവൻ. എടി പാർവതി, അവള് പറഞ്ഞതുപോലെയൊക്കെ നടക്കുവോ? കല്യാണം അവള് മുടക്കോ? അമ്മ പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ. കല്യാണം മുടക്കിയ അവക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? നമുക്കൊരു മണ്ടത്തരം പറ്റി പാർവതി. കല്യാണം വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിയാൽ മതിയായിരുന്നു, അത് രഹസ്യമായിട്ട്. അപ്പൊ പിന്നെ ദേവിക്ക് ഇത് മുടക്കാൻ പറ്റില്ലല്ലോ. അവളെ പേടിച്ച് ഒളിച്ചോടാനോ? അതിന് എന്നെ കിട്ടില്ല. ഇവിടെ വെച്ച് തന്നെ ഞാൻ ആ കല്യാണം നടത്തും. അവക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ അവള് ചെയ്യട്ടെ. ഇനിയിപ്പൊ അങ്ങനെ പറയാനല്ലേ പറ്റൂ. അല്ല പാർവതി, ഇപ്പോഴും സമയമൊന്നും വൈകിട്ടില്ല. നാളെ രാവിലെ നേരം വെളുത്ത് അവൾ ഉറക്കം എണീറ്റ് വരുമ്പോഴേ നമ്മളെ അവള് കാണരുത്. നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയിരിക്കണം.